ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടീനിയം ചെടിയാണ് ഇന്നും. കഴിഞ്ഞ മാസം ആദ്യം പ്രൂൺ ചെയ്തതാണ് ഇത് കേട്ടോ. സമ്മർ സമയത്താണ് ഇത് പ്രൂൺ ചെയ്യാൻ ഏറ്റവും നല്ലത്. ആ സമയത്ത് തന്നെയാണ് ഈ ചെടികൾ കൂടുതൽ പൂക്കളുണ്ടാകുന്നത്. അപ്പം നമുക്കിത് പ്രൂൺ ചെയ്യാൻ തോന്നുന്നില്ലെങ്കിലും പ്രൂൺ ചെയ്യുന്നത് അതിന് ആ സമയമാണ് ബെറ്റർ. അപ്പം ഞാനിത് റീപോർട്ടും ചെയ്ത് പ്രൂണും ചെയ്തിരുന്നു. നിറയെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് താഴേന്ന് തൊട്ടേ നിറയെ ബ്രാഞ്ചസ് ഉള്ള ഒരു ചെടിയായിരുന്നു കേട്ടോ. അടീനിയത്തിൽ അങ്ങനെ ഈ തൈകൾ വരുമ്പം കാണാറുണ്ട്. ചില ചെടികളിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകും, ചിലതിൽ കുറച്ച് ചെറിയ ബ്രാഞ്ചസ് താഴേന്നേ വരാൻ തുടങ്ങും. അപ്പോൾ ഇത്തരം ചെടികളിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കയ്യിലൊരു ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ഉണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിറയെ ഇങ്ങനെ പൊട്ടിക്കിളിച്ചുകൊണ്ടേ ഇരിക്കും ആ ഗ്രാഫ്റ്റിംഗ് പോർഷന് താഴേന്ന്. അപ്പോൾ അത് കട്ട് ചെയ്ത് വിട്ടിട്ട് ആ ചെടിയുടെ ഷേപ്പ് തന്നെ ഒരു വികൃതമായിട്ടുണ്ട്. അപ്പം ഇതുപോലെ എനിക്ക് 3-4 ചെടികളുണ്ട് ഗ്രാഫ്റ്റിങ്ങിന് പരുവായി നിൽക്കുന്നതാണ്. 1-2 എണ്ണത്തിൽ പൂക്കൾ വന്നിട്ടില്ല. പൂക്കൾ വന്നിട്ട് ചെയ്യാമെന്നുള്ള ഒരാഗ്രഹത്തിലാണ്. ഇത് സാധാ നാടൻ അടീനിയം പൂ തന്നെയാണ് അതിലും വന്നിട്ടുള്ളത്. അപ്പോൾ 3-4 എണ്ണം കൂടെ ഉണ്ട്. അത് ഗ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ മഴയായി കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് പിടിച്ച് കിട്ടുമെന്ന് ഒരു സംശയമുണ്ട്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെടികളാണ് എപ്പോഴും ഗ്രാഫ്റ്റിങ്ങിന് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ഞു ഇതുപോലെ ഗ്രോത്ത് താഴേന്ന് വരുന്നതിൽ നമ്മൾ എത്ര കട്ട് ചെയ്ത് വിട്ടാലും ചിലപ്പോൾ അതിങ്ങനെ പൊട്ടിക്കിളിച്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതും അതുപോലെ ഒരു ടൈപ്പാണ്. കുറേ ചെടികളുണ്ട് എൻ്റെ കയ്യിൽ അതുപോലെ. അത് പക്ഷേ നമ്മൾ പ്രൂണിങ് ചെയ്ത് വിട്ടു കൊടുക്കാമെങ്കിലുണ്ടല്ലോ നിറയെ ബുഷിയായിട്ട് വരും, നിറയെ പൂക്കളുണ്ടാകുകയും ചെയ്യും. ഇതിലും ഇതുപോലെ ചൂട്ടിൽ നിന്ന് നിറയെ ശാഖകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ചസ് താഴേന്ന് വരുന്ന ചെടികളെല്ലാം ഞാൻ കരുതി അതിനെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നല്ല ബുഷിയാക്കി എടുക്കാം. അല്ലാതെ ബാക്കിയുള്ള സിംഗിളായിട്ട് വരുന്നതിനെ അല്ലാതെ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലൊരു ചെടിയുണ്ടെന്ന്. ഇതുപോലെ താഴേന്ന് ഗ്രോത്ത് വരുന്ന ചെടിയാണ് കേട്ടോ. കണ്ടോ, അതിന് കാണാനൊരു ഭംഗിയേ ഇല്ല. അതിനെ സ്റ്റെമ്മിനോട് ചേർത്ത് വെച്ച് എനിക്ക് അത് കട്ട് ചെയ്യാനും പേടിയാണ്. കാരണം അഥവാ കാണാൻ എന്തെങ്കിലും ഒരു വെള്ളം അകത്ത് കയറിപ്പോയാലും മൊത്തം ചെടിയും നാശമായി പോകും. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പകുതിക്ക് വെച്ച് ഞാനതിങ്ങനെ ഒടിച്ചൊടിച്ച് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു സ്റ്റെമ്മ് നല്ല കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഹൈബ്രിഡ് സീഡ്സൊക്കെ പാകി എടുത്തിട്ടുണ്ട്. പാകി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് മണ്ണും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്താണ് പാകാൻ ഉപയോഗിച്ചത്. കുറേ 150-ഓളം വിത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 2 സീഡ് പോട്ടിൽ നിന്ന് ഹൈബ്രിഡിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ഞാൻ ഇങ്ങനെ പകുതി വേറെ എടുത്ത് പാകാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ട്രേ പോലെ കിട്ടി. അപ്പോൾ അതിൽ ഞാൻ ഹോളൊക്കെ ഇട്ടിട്ട് മണ്ണ് മിക്സ് ചെയ്ത് നടുകയാണ്. ഇതിപ്പോൾ ഞാൻ 25 വിത്തോളം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൗണ്ട് ചെയ്യാൻ മറന്നുപോയി. അത്രയും വിത്തുകളെടുത്ത് പാകിയിട്ടുണ്ട്. ഇത് രണ്ടാമത് പാകുന്നതാണ് കേട്ടോ. ആദ്യം ഞാൻ പാകിയത് മറ്റേ ആ വൈറ്റ് ട്രേയിലാണ്. പിന്നെ ഇതുപോലെ 2 ടബിലും ഞാൻ പാകിയിട്ടുണ്ട്. ഞാൻ ആദ്യം പാകാനെടുത്ത ആ പോട്ടിങ്സിൽ മാത്രം കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ മണ്ണ് മാത്രമേ എടുത്ത് പാകാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഇളക്കമുള്ള മണ്ണാണ് എടുത്തത്. ആദ്യം എടുത്തത് കുറച്ച് പശപ്പുള്ള മണ്ണും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാമതെടുത്തപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള മണ്ണ് മാത്രമാണ് എടുത്തത്. അപ്പം ഈ ഹൈബ്രിഡ് വിത്ത് പാകിയാൽ സാധാ നമ്മുടെ അടീനിയത്തിൻ്റെ പൂക്കൾ തന്നെ ഉണ്ടാകുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഹൈബ്രിഡായിട്ടുള്ള ഈ വെറൈറ്റിയൊക്കെ പിന്നെ എങ്ങനെ വരുന്നതാണ്? അത് ക്രോസ് പോളിനേഷനൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പാകി നോക്കാം. പാകി കിളിർപ്പിച്ച് പിന്നെയും വെയിറ്റ് ചെയ്യണം. ഒരു 1-1.5 വർഷമെങ്കിലും വെയിറ്റ് ചെയ്തെങ്കിലേ ഇതിൽ പൂക്കളാകാൻ സമയം എടുക്കുകയുള്ളെന്ന് തോന്നുന്നു. പെട്ടെന്നൊന്നും ഇതിൽ പൂക്കളായിട്ടില്ല. ഞാൻ ഈ നേരത്തെ പാകി വെച്ചിട്ടുള്ള തൈകളിലൊന്നും ഇതുവരെ പൂക്കൾ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. ഞാൻ പാകി കിളിർപ്പിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ആക്കി നട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ട്രേയിൽ തന്നെ അങ്ങനെ കുറേ കാലം നിന്നു.
അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൽ പൂക്കൾ വരാൻ ഇത്ര ലേറ്റായതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഈ പാകുന്നത് എന്തായാലും ഞാൻ നല്ലപോലെ കെയർ ചെയ്ത് വേഗം ഗ്രോത്തൊക്കെ ആക്കി എടുക്കണമെന്നുണ്ട്. അതിന് ശേഷം നോക്കാം നമുക്ക്. 3 ട്രിപ്പ് ഞാൻ പാകിയിട്ടുണ്ട്. ഇനി കുറച്ച് വിത്ത് അധികം ഇരിപ്പുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറച്ച് അധികം വെച്ചിരുന്നാലും ഈ സീഡ്സ് പെട്ടെന്ന് മുളയ്ക്കാതായി പോകുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഹൈബ്രിഡിൻ്റെ കൂടാതെ നാടൻ ചെടിയിലും എനിക്കൊരു 2 സീഡ് ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും സീഡ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അത് മാത്രമായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ എൻ്റെ കുറച്ച് ചെടികൾ സെയിലിനായിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അധിക ദിവസം ഇത് വെച്ചിരുന്നാലും കിളിക്കില്ലല്ലോ. അതുകൊണ്ട് വേഗം തന്നെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ. ഇനി മഴയൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് അഗ്ലോണിമ ചെടികളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് സെയിലിനിടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഈ വിത്ത് പാകിയതിനകത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 1-2 ദിവസമായപ്പോഴാണ് ഞാനിത് കാണാൻ തുടങ്ങിയത്. ഇതിനകത്ത് നമ്മുടെ ഒരു ശംഖ് പോലുള്ള ഒരു ഒച്ചുണ്ടല്ലോ, അത് ഈ സീഡുകളെല്ലാം തിന്ന് നശിപ്പിക്കുന്ന ഇതൊരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഓരോന്നോരോന്ന് പിറക്കി കൊന്നു കളയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയില്ല, അതിനു മുമ്പേ ഈ ഒച്ചിൻ്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ദിവസം ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂ മഴ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം മഴ പെയ്യുമ്പോഴാണ് ഈ ഒച്ചിൻ്റെ ശല്യം കൂടുതലുണ്ടാകുന്നത്. മഴ സമയത്ത് നമ്മൾ ഒരു വിത്ത് പാകിയാലും കിളിർത്ത് കിട്ടത്തില്ല. എല്ലാം ഈ ഒച്ച് വന്ന് തിന്ന് നശിപ്പിക്കും. അപ്പോൾ അതിനു മുമ്പേ ഞാൻ ഇതെല്ലാം ഒന്ന് പാകി വെക്കുകയാണ്. എന്തുവാണെന്നറിയില്ല, കിട്ടിയാൽ ഭാഗ്യം. കുറേ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറേയൊക്കെ പിറക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം കിളിർത്ത് കിട്ടിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.